നമസ്കാരം. ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളുമായി ഹാപ്പനിംഗ് അവേഴ്സ് തുടരുകയാണ്. ഞാൻ വീണ സനു. ആദ്യം നോക്കാം പ്രധാനപ്പെട്ട തലക്കെട്ടുകൾ. കേന്ദ്രമന്ത്രി പദവികളിൽ കടുപ്പിച്ച് TDP. ചോദിക്കുന്നത് ആരോഗ്യം, ഗ്രാമവികസനം, ഗതാഗതം, കൃഷി, IT എന്നീ പദവികൾ. ആന്ധ്രയിലേക്ക് ഫണ്ടുകൾ കൊണ്ടുവരാൻ കഴിയുന്ന മന്ത്രാലയങ്ങളുടെ ചുമതലകളിൽ കണ്ണുവെച്ച് ചന്ദ്രബാബു നായിഡു. ആന്ധ്രയ്ക്ക് പ്രത്യേക പദവിയും ആവശ്യം. രാഹുൽ ഗാന്ധി വയനാട് സീറ്റ് ഒഴിയും. ഔദ്യോഗിക പ്രഖ്യാപനം പിന്നീട്. പ്രിയങ്ക ഗാന്ധിക്കായി സമ്മർദ്ദം ശക്തമാക്കി കേരളത്തിലെ നേതാക്കൾ. വഴങ്ങിയില്ലെങ്കിൽ K മുരളീധരന് സാധ്യത. MV ഗോവിന്ദൻ നൽകിയ മാനനഷ്ട കേസിൽ സ്വപ്ന സുരേഷിന് ജാമ്യം നൽകിയത് തളിപ്പറമ്പ് 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി. കേസ് ഈ മാസം 25-ന് വീണ്ടും പരിഗണിക്കും. കേസിൽ നിരന്തരം ഹാജരാകാതിരുന്നതിനാൽ കോടതി വാറണ്ട് പുറപ്പെടുവിച്ചിരുന്നു. സ്വർണ്ണക്കടത്തിൽ മുഖ്യമന്ത്രിക്കെതിരായ ആരോപണങ്ങൾ പിൻവലിക്കാൻ MV ഗോവിന്ദൻ ഇടപെട്ടുവെന്ന ആരോപണത്തിലാണ് കേസ്. തൃശൂർ DCCക്ക് മുന്നിൽ ഒറ്റയാൾ പ്രതിഷേധം. നാട്ടിക സ്വദേശിയായ കോൺഗ്രസ് പ്രവർത്തകൻ ഇസ്മായിൽ അറക്കിലാണ് പ്ലക്കാർഡുമായി പ്രതിഷേധിക്കുന്നത്. K മുരളീധരനെ കുരുതി കൊടുത്ത നേതാക്കൾ രാജിവെക്കുക എന്നാണ് ആവശ്യം. KPCC വൈസ് പ്രസിഡന്റ് TN പ്രതാപൻ, DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ എന്നിവർക്കെതിരെയാണ് ആരോപണം. ന്യൂസ് മലയാളം ബിഗ് ഇംപാക്ട്. അവയവമാറ്റ ശസ്ത്രക്രിയയിൽ ക്രമക്കേട് കണ്ടെത്തി. കൊച്ചി ലേക്ക് ഷോർ മെഡിക്കൽ ട്രസ്റ്റ്, അമൃത ആശുപത്രികളിലെ വിവരങ്ങളിൽ ക്രമക്കേട്. ദാതാവിന്റെ തുടർ ചികിത്സാ വിവരങ്ങളില്ല. ചികിത്സാ നിരക്കും ശസ്ത്രക്രിയയുടെ ജയപരാജയ വിവരങ്ങളില്ലെന്നും കേസ് ഓട്ടോയുടെ കണ്ടെത്തൽ. CPIMകാരും കോൺഗ്രസുകാരും SDPIക്കാരും തനിക്ക് വോട്ട് ചെയ്തിട്ടുണ്ടെന്ന് സുരേഷ് ഗോപി. വോട്ട് ചെയ്തതിന്റെ പേരിൽ 6 കുടുംബങ്ങൾക്ക് ഭീഷണിയുണ്ട്. തന്നെ ജയിപ്പിച്ചത് സെക്യുലറായ വോട്ടർമാരെന്നും സുരേഷ് ഗോപി. കേന്ദ്രമന്ത്രിസഭയിലേക്കെന്ന് സൂചന. വയനാട് സീറ്റിന്റെ കാര്യത്തിൽ പാർട്ടിയും രാഹുലും തീരുമാനമെടുക്കുമെന്ന് രമേശ് ചെന്നിത്തല. കേരള സർക്കാരുകൾ ജനവിരുദ്ധ സർക്കാരുകൾ. മോദിയുടെ തോൽവി ആരും ചർച്ച ചെയ്യുന്നില്ല. തെരഞ്ഞെടുപ്പ് ഫലം മോദി ഭരണത്തിനെതിരായ ജനവിധിയെന്നും ചെന്നിത്തല. വയനാട്ടിൽ കോൺഗ്രസ് തന്നെ മത്സരിക്കുമെന്ന് കുഞ്ഞാലിക്കുട്ടി. രാജ്യസഭ, ലോക്സഭാ സീറ്റുകൾ വെച്ചുമാറുന്നത് പരിഗണനയിലില്ല. പ്രിയങ്ക വന്നാലും മുരളീധരൻ വന്നാലും ഇതേ ജയമുണ്ടാകും. കരുണാകരന്റെ മകൻ എവിടെയും ഫിറ്റാണെന്നും PK കുഞ്ഞാലിക്കുട്ടി. JP നദ്ദ BJP അധ്യക്ഷ സ്ഥാനം ഒഴിഞ്ഞേക്കും. തീരുമാനം കാലാവധി ഈ മാസം അവസാനം പൂർത്തിയാകുന്ന സാഹചര്യത്തിൽ ശിവരാജ് സിംഗ് ചൗഹാനെ അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നതായും റിപ്പോർട്ട്. BJP MPമാരുടെ യോഗം ഇന്ന് ഡൽഹിയിൽ. യോഗം ചേരുക വൈകിട്ട് BJP ആസ്ഥാനത്ത്. NDA MPമാരുടെ യോഗം നാളെ. മോദിയെ പാർലമെന്റിലെ നേതാവായി തെരഞ്ഞെടുക്കും. BJPക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷമില്ലാത്ത സാഹചര്യം പരമാവധി മുതലെടുക്കാനൊരുങ്ങി ജനതാദൾ U. നിതീഷ് കുമാർ കണ്ണുവയ്ക്കുന്നത് റെയിൽവേ ഉൾപ്പെടെ 3 പ്രധാന വകുപ്പുകളിൽ. JDUവിന് ആകെയുള്ളത് 12 സീറ്റുകൾ. അയൽരാജ്യ തലവന്മാരെ സത്യപ്രതിജ്ഞാ ചടങ്ങിലേക്ക് ക്ഷണിച്ച് നരേന്ദ്രമോദി. റനിൽ വിക്രമസിംഗെ, ഷേഖ് ഹസീന എന്നിവർക്ക് ക്ഷണം. ഭൂട്ടാൻ രാജാവ്, നേപ്പാൾ പ്രധാനമന്ത്രി വ്ളാഡിമിർ പുടിൻ, ഋഷി സുനക് എന്നിവരെ ഫോണിൽ വിളിച്ച് പ്രധാനമന്ത്രി. ചടങ്ങിൽ പങ്കെടുക്കുന്നതിൽ ഉത്തരമില്ലാതെ US സ്റ്റേറ്റ് വിഭാഗം വക്താവ് മാത്യു മില്ലർ. ഒഡീഷയിൽ സർക്കാർ രൂപീകരണ നീക്കങ്ങളുമായി BJP. 2 ദിവസത്തിനുള്ളിൽ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുമെന്ന് ഒഡീഷ BJP നേതൃത്വം.
BJP അധികാരത്തിലെത്തുന്നത് 24 വർഷത്തെ തുടർച്ചയായ BJD ഭരണത്തിന് അന്ത്യം കുറിച്ചുകൊണ്ട്. തോൽവിയിൽ ന്യായീകരണവുമായി BJP തമിഴ്നാട് സംസ്ഥാന അധ്യക്ഷൻ K. അണ്ണാമലൈ. ഹിന്ദുത്വ രാഷ്ട്രീയത്തെ ജനങ്ങൾ തിരസ്കരിച്ചതല്ല തമിഴ്നാട്ടിൽ BJPയുടെ മോശം പ്രകടനത്തിന് കാരണം. AIADMKയുമായുള്ള സഖ്യം മുൻകാലങ്ങളിൽ ഫലം കണ്ടില്ലെന്നും അതിനാൽ ഒരു തിരിച്ചുപോക്കിന്റെ ആവശ്യമില്ലെന്നും അണ്ണാമലൈ. ഉത്തരാഖണ്ഡിൽ ട്രക്കിങ്ങിനിടെ കുടുങ്ങിയ 9 പേർ മരിച്ചു. 13 പേരെ രക്ഷപ്പെടുത്തി. കുടുങ്ങിയത് ബംഗളൂരുവിൽ നിന്നുള്ള സംഘം. മരിച്ചവരിൽ 4 പേരെ തിരിച്ചറിഞ്ഞിട്ടില്ല. അന്താരാഷ്ട്ര കരിയറിലെ അവസാന മത്സരത്തിനൊരുങ്ങി ഇന്ത്യൻ ഫുട്ബോൾ ഇതിഹാസം സുനിൽ ഛേത്രി. കുവൈറ്റിനെതിരെയുള്ള ഇന്നത്തെ ലോകകപ്പ് യോഗ്യതാ മത്സരത്തിന് ശേഷം വിരമിക്കുമെന്ന് താരം. മത്സരം രാത്രി 7-ന് കൊൽക്കത്തയിൽ. 39-കാരനായ ഛേത്രി ഇന്ത്യക്കായി 150 മത്സരങ്ങളിൽ നിന്ന് സ്വന്തമാക്കിയത് 94 ഗോളുകൾ. T20 ലോകകപ്പിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യക്ക് തകർപ്പൻ ജയം. അയർലൻഡിന്റെ ഇന്നിംഗ്സ് 96-ൽ അവസാനിച്ച ഇന്ത്യൻ ബോളർമാർ വിജയം അനായാസമാക്കിയത് നായകൻ രോഹിത് ശർമ്മയുടെ അർദ്ധ സെഞ്ചുറി. 3 ഓവറിൽ 6 റൺസ് വഴങ്ങി 2 വിക്കറ്റുകൾ വീഴ്ത്തിയ ജസ്പ്രീത് ബുംറ കളിയിലെ താരം. അയർലൻഡിനെതിരായ മത്സരത്തിൽ ഹാർദിക് പാണ്ഡ്യയുടെ ബൌളിംഗിനെ അഭിനന്ദിച്ച് ബാറ്റിംഗ് കോച്ച് വിക്രം റാത്തോർ. ഹാർദിക് വേഗതയോടെയും കൃത്യതയോടെയും പന്തെറിഞ്ഞുവെന്ന് റാത്തോർ. 2020 ലോകകപ്പിലെ ഇന്ത്യയുടെ ആദ്യ മത്സരത്തിൽ 4 ഓവറിൽ ഹാർദിക് പാണ്ഡ്യ വീഴ്ത്തിയത് 3 വിക്കറ്റുകൾ. അമേരിക്കയ്ക്കെതിരെയുള്ള ആദ്യ ലോകകപ്പ് മത്സരത്തിന് മുൻപ് പാകിസ്ഥാന് തിരിച്ചടി. ഇന്ന് നടക്കുന്ന മത്സരത്തിൽ ഓൾറൗണ്ടർ ഇമാദ് വസീം കളിക്കില്ല. പരിക്ക് കാരണം താരത്തിന് മത്സരം നഷ്ടമാകുമെന്ന് റിപ്പോർട്ട്. ഇമാദ് വിരമിക്കലിൽ നിന്ന് ലോകകപ്പ് കളിക്കാൻ തിരിച്ചുവരവ് നടത്തിയ താരം. ബ്രസീലിയൻ താരം എൽസൺ ജൂനിയറുമായി കരാർ ഒപ്പിട്ട് ISL ക്ലബ് ചെന്നൈ FC. 2 വർഷത്തേക്കാണ് കരാർ. ചെന്നൈ താരത്തെ സ്വന്തമാക്കിയത് ജംഷഡ്പൂർ FCയിൽ നിന്ന്. എൽസണിന്റെ വരവ് ചെന്നൈ പ്രതിരോധത്തിന് കരുത്തേകും. മേജർ ലീഗ് ക്രിക്കറ്റ് ക്ലബ്ബ് സാൻ ഫ്രാൻസിസ്കോ യൂണിക്കോൺസുമായി കരാർ ഒപ്പിട്ട ഓസീസ് താരം പാറ്റ് കമ്മിൻസ്. കരാർ 4 വർഷത്തേക്ക്. ടൂർണമെന്റ് ജൂലൈ 6 മുതൽ 29 വരെ.